السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ആദരണീയനായ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചിട്ടുള്ള ആദരണീയനായ സുഹൃത്ത് മൂസ സലാഹി കാര, ഒരുപാട് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എനിക്കേറെ പരിചയമുള്ള ഒരു നാടും ഒരുപാട് സുഹൃത്തുക്കളുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഇത്. കുടുംബബന്ധവും ഈ നാടുമായി എനിക്കുണ്ട്. തസ്വിയ ആദർശ സമ്മേളനം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ വളരെ ഭംഗിയായി സുസംഘടിതമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. മഞ്ഞ് പെയ്യുന്ന ഈ ഡിസംബർ മാസത്തിൽ ഒരല്പമൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ട് നാം ഇങ്ങനെയൊരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് മാനവരാശിയുടെ വിശ്വാസരംഗത്തെ വിമലീകരണത്തെ ഉദ്ദേശിച്ചും അവരുടെ വിശ്വാസരംഗത്തെ ജീർണതയെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം മാനവകുലത്തിൻ്റെ മതമായി നിലനിൽക്കുന്നു എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. ആകാശത്തിൻ്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ സ്വീകരിച്ചിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നതാണ് ഖുർആനിൻ്റെ വീക്ഷണം. അഥവാ ദൈവത്തിൻ്റെ കൽപ്പന സ്വമേധയാലോ നിർബന്ധിതമായോ പ്രപഞ്ചത്തിൻ്റെ സകലമാന പ്രതിഭാസങ്ങളും അംഗീകരിക്കുന്നു എന്നതാണ് ഖുർആനിക വീക്ഷണം. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വരതയുടെ നാടാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും ലാവോയിസ്റ്റുകാരനും അതുപോലെ ബുദ്ധമത ജൈനമത ദർശനങ്ങളുടെ കണാദമുനിയുടെ വൈശേഷികം ഉൾക്കൊള്ളുന്ന നാട്, ചതുർവേദങ്ങളുടെ നാട്, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുടെ നാട്, ബൈബിളുകളുടെ നാട്, അങ്ങനെ അനേക സന്നവസ്തുക്കളുടെ നാട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മതവിശ്വാസം നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം എന്നതാണ് ഭാരതത്തിൻ്റെ സങ്കല്പങ്ങളിലൊന്ന്. ലോകമാണ് തറവാട്. വിശുദ്ധ ഖുർആനാകട്ടെ കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുമുൽ കിതാബ്
بالحق ليحكم بين الناس فيما اختلفوا فيه. മാനവകുലം ഒറ്റ സമുദായമായിരുന്നു, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളായിരുന്നു. പിന്നീട് അവർക്കിടയിൽ ശൈഥില്യങ്ങളുണ്ടായി, ഭിന്നിപ്പുകളുണ്ടായി എന്ന് അള്ളാഹു പറയുന്നു. അവർക്കിടയിൽ ഭിന്നത ഉണ്ടായി. ആ ഭിന്നത ഉണ്ടായ സമയത്ത് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാർ വരുന്നത് ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണ്. ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ആക്കി തീർക്കാനാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് 3-ാം അധ്യായം 103-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്: വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പൊ ഭിന്നത ഒരിക്കലും ഇസ്ലാം ഉണ്ടാക്കിയിട്ടില്ല. ഭിന്നത ഉണ്ടാക്കിയത് മാനവരാശിയാണ്. പൗരോഹിത്യമാണ് മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയത്. സൃഷ്ടിപൂജയാണ് മാനവ സമൂഹത്തിലുണ്ടായ ഭിന്നതയുടെ അടിസ്ഥാന കാരണം. മാനവകുലത്തിലെ ആദ്യത്തെ ഭിന്നിപ്പ് നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നെസ്ർ ഇവരാരായിരുന്നു? ഇബ്നു അബ്ബാസ് പറയാണ്, നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കളായിരുന്നു. ലോകത്ത് ആദ്യമായിട്ട് പ്രതിമ ഉണ്ടാക്കിയത് ഔലിയാക്കളുടെ പ്രതിമയാ, അമ്പിയാക്കളുടെ പ്രതിമ പോലും അല്ല. ലോകത്ത് അമ്പിയാക്കളെക്കാളും ആളുകൾ എന്നും മുഖവിലക്കെടുത്തിരുന്നത് ഔലിയാക്കളെയാണെന്നും കൂടി കാണാൻ പറ്റും. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി കാണിച്ച മഹത്വത്തെ പറ്റി പറയുന്ന ഏതെങ്കിലും ഒരു മൊയിലിയാരങ്ങൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഇബ്രാഹിം നബി ഫ്ലൈറ്റിൻ്റെ മുന്നിൽ പിടിച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു കഥ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കാന്തപുരം മുതൽ അതിൻ്റെ തായോട്ടുള്ള ഏത് മുസ്ലിയാക്കന്മാരെ എടുത്താലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നൂഹ് നബി കപ്പലിൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് കപ്പൽ മുങ്ങാതെ പിടിച്ചു വെച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പാലമില്ലാത്ത പുഴ ജീപ്പ് ഓടിച്ചു പോയി മഹാനായ ഈസാ അലൈഹിസ്സലാംന്ന് ഉസ്താദ് പ്രസംഗിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാന്താ സീമടപൂരിനുള്ള കഴിവൊന്നും ഈ നബിമാർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാവണുണ്ടോ? അതായത് ലോകത്ത് 5 ഔലിയാക്കളെ മനുഷ്യർ ആരാധിച്ചു. മഹാന്മാരെ പൂജിക്കുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെയാണ് ലോകത്ത് ഭിന്നത ഉണ്ടായത്. എല്ലാ മതങ്ങളുടെയും ഉദയം അങ്ങനെയാണ്. യേശുവിനെ ദൈവമാക്കിയപ്പോൾ ക്രിസ്തു മതമുണ്ടായി. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ദൈവമായപ്പോൾ ഹൈന്ദവ ധർമ്മമുണ്ടായി. അതേ ഉള്ളൂ. നേരെ മറിച്ച് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ വിഷയം എന്താണ്? സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ നാഥനെ അറിയുക. ആരാണ് ലോകത്തിൻ്റെ നാഥൻ? ആര് പറയുന്നതാണ് സത്യം? ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം? ഇതാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. ഖുർആനിൻ്റെ പിന്തുണയോടെ, ബൈബിളിൻ്റെ പിന്തുണയോടെ, ഭഗവത്ഗീതയുടെ പിന്തുണയോടെ, വേദഗ്രന്ഥങ്ങളുടെ സപ്പോർട്ടോടെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്: തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനിവാര്യമായ ഒരു ദൈവവിശ്വാസത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളും, ചതുർവേദങ്ങൾ, യജുർവേദം 32-ാം അധ്യായം 2-ാമത്തെ വാചകം പ്രതിമ പാടില്ല എന്നാണ്. ദൈവത്തിന് പ്രതിമയില്ല എന്നാ. ന തസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല എന്ന് പറയുന്നു വേദഗ്രന്ഥം. ഇപ്പൊ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. അതിൻ്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഇർക്കിൽ പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേഖ ആസീത് സദാധാര പൃഥിവ്യും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. അപ്പം നിങ്ങൾ നോക്ക്, ഞാൻ വളരെ ലളിതമായി 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ആശയം ഒന്ന് പഠിപ്പിക്കാം. ഇന്ന് നമ്മൾ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, വേറെ പല വിശ്വാസങ്ങളുമുള്ള ജൈന ബൗദ്ധ മതങ്ങളുണ്ട്, കൺഫ്യൂഷ്യാനിസമുണ്ട്, ലാവോയിസമുണ്ട്, അങ്ങനെ പല ഇസങ്ങളുണ്ട്. പടച്ചോനില്ല എന്ന് പറയുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. മനുഷ്യനില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. നരവംശ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്നിട്ട് ഇത്ര കാലം, അതിൻ്റെ മുമ്പേ സൂര്യൻ ഉദിച്ചിരുന്നു, ചന്ദ്രൻ അതിൻ്റെ നിലാവലകൾ പൊഴിച്ചിരുന്നു.
കളകൂജനം മുഴക്കി ഇവിടെയുള്ള അരുവികൾ ഒഴുകിയിരുന്നു. ആർത്തിരമ്പുന്ന തിരമാലകളുള്ള സാഗരമുണ്ടായിരുന്നു. സൂര്യൻ സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരുന്നു. ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരുന്നു. വീബർ അതിൻ്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ടിരുന്നു. 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1/2 ലിറ്റർ തേനീച്ചകൾ ശേഖരിച്ചിരുന്നു. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞികണക്കയെ. അപ്പൊ പുഷ്പങ്ങളുണ്ടായിരുന്നു, കായികനികളുണ്ടായിരുന്നു. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി, കരയിൽ നദിയുടെ പേര് ഞാൻ മറന്നുപോയി. നൈലോ യൂഫ്രട്ടീസോ ഗംഗയോ യമുനയോ എന്ന് കവി പാടിയത് മനുഷ്യനുണ്ടായതിന് ശേഷമാണ്. കുമാരനാശാൻ ഉണ്ടായതിനു ശേഷമാണ് വീണപൂവുണ്ടായത്. പക്ഷേ കുമാരനാശാന്റെ മുമ്പ് ഈ ചെടിയുണ്ടായിരുന്നു, സൂര്യനുണ്ടായിരുന്നു, ചന്ദ്രനുണ്ടായിരുന്നു, ഗാലക്സികൾ ഉണ്ടായിരുന്നു, സൗരയുധങ്ങൾ ഉണ്ടായിരുന്നു, കാട്ടാറുകളും കാനനങ്ങളും ഉണ്ടായിരുന്നു. ദെൻ ചോദ്യം 1, ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? അന്ന് ശ്രീകൃഷ്ണനില്ല, അന്ന് ശ്രീരാമനില്ല, അന്ന് അമൃതാനന്ദമൊഴിയില്ല, അന്ന് സായിബാബ ഇല്ല, അന്ന് രവിശങ്കർ ഇല്ല, അന്ന് മുഹമ്മദ് നബി ഇല്ല, ഈസാ നബി ഇല്ല, ആദൻ നബി ഇല്ല, ഹവ്വാ ബീവി ഇല്ല, ആരുമില്ല. എങ്കിൽ ബാല, സുരേന്ദ്ര, ദേവദാസേ, സുമതി, ആയിഷ ഒന്ന് ആലോചിച്ചേ. നമ്മളില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, നമ്മളില്ലാത്ത കാലത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളില്ലാത്ത കാലത്ത് കാനനങ്ങളിൽ ചിഹ്നം വിളിക്കുന്ന ആനകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഗർജിക്കുന്ന സിംഹമുണ്ടായിരുന്നെങ്കിൽ, ആയിടകാത തലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ടെങ്കിൽ, കറുത്ത കരിമ്പാറക്കടയിലൂടെ കരിച്ചിറങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ, ബാല, അമ്പലമില്ലാത്ത, ക്ഷേത്രമില്ലാത്ത, ചർച്ചില്ലാത്ത, മസ്ജിദുകളില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചമുണ്ടായിരുന്നെങ്കിൽ അതാര് സൃഷ്ടിച്ചു? ഒരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ഹിന്ദുവിനോട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരമുണ്ടോ? ബാലനോട് ചോദിക്കുന്നു, നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു. ഈ പ്രപഞ്ചം നാം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ, അത് ശ്രീരാമൻ അല്ലെങ്കിൽ, അത് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ, അത് ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ, പിന്നെ ആര്? അന്ന് ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളില്ല, ചർച്ചുകളിലില്ല, മണിയടികളില്ല, പള്ളിമിനാരങ്ങളിൽ ബാങ്കൊലികളില്ല. എങ്കിൽ ആ കാലത്തും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാര്? ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലാണ്, ത്രേതായുഗം കഴിഞ്ഞ് കലിയുഗത്തിലാണ്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത്. അന്ന് ദശരഥ മഹാരാജാവുണ്ട്, കൈകേയുണ്ട്, കൗസല്യുണ്ട്, സുമിത്രയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സാഗരമുണ്ട്, എല്ലാമുണ്ട്. ആ ഭൂമി പിളരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ചെടികൾ മുളയ്ക്കുന്നുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ, അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ ചോദ്യം, ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആര് സൃഷ്ടിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നാം ഒന്നായി. കന്യാമറിയമിന്റെ പുത്രനായി 2000 വർഷങ്ങൾക്ക് മുമ്പ്, യേശു പൂജാതനാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചമുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ പർവ്വതങ്ങളുണ്ടെങ്കിൽ, എല്ലാം ഉണ്ടെങ്കിൽ, ആരാണ് 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 അതിനെ സൃഷ്ടിച്ചത് എന്ന ചോദ്യം എത്ര പ്രസക്തമാണ്, എത്ര പ്രസക്തമാണ്. യേശു ജനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടെന്ന് ബൈബിൾ പരിശോധിച്ചാൽ അറിയാം. ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് പരിശോധിച്ചാലും അറിയാം ആരാണ് ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ, മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിൻ്റെയോ താഴെ ഭൂമിയിലുള്ളതിൻ്റെയോ വെള്ളത്തിനടിയിലുള്ളതിൻ്റെയോ ഒന്നിൻ്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് വേദഗ്രന്ഥം പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു സൃഷ്ടാവ്, യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യേതി തം ഉപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യേതി തം ഉപാസതേ. കേനോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ 6-7 സൂക്തങ്ങളാണ്. നീ കൈകൂപ്പി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഏതൊരു പ്രതിമയുടെ മുമ്പിൽ നിൽക്കുന്നുവോ, യഥാർത്ഥത്തിൽ അത് സാക്ഷാൽ ദൈവമല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ, നിന്റെ കാതുകൊണ്ട് കേൾക്കാനാവാത്ത, നിന്റെ കാതിന് കേൾവി നൽകിയ ആ ശക്തി ആരോ അവനാണ്.
ബൈബിൾ പറയുന്നു, ആ ദൈവത്തിന്റെ ശബ്ദം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല, അവന്റെ സ്വരം ഒരു നാളും ഒരാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ആരാണ് ആ സിട്ടാവ്? ആ യഹോവ ആരാണ്? ദീദീപികൻ ആരാണ്? വിരാട് പുരുഷൻ ആരാണ്? ഹിരണ്യഗർഭൻ ആരാണ്? ഉടയ തമ്പുരാൻ ആരാണ്? പടച്ച തമ്പുരാൻ ആരാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരാളില്ല എന്നൊരാൾക്ക് പറയാം, ഒരു യുക്തിവാദിക്ക് പറയാം. ഞാൻ പറയുന്നു, ഈ ലൈറ്റ് സംവിധാനം, ഈ കാലുകൾ ഇവിടെ ഞാൻ വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണ്. നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് രൂപപ്പെട്ടു, നിങ്ങൾ സമ്മതിക്കോ? ഈ മൈക്ക് താനേ ഉണ്ടായി, നിങ്ങൾ സമ്മതിക്കോ? ഈ പോഡിയം താനേ ഉണ്ടായി, നിങ്ങൾ സമ്മതിക്കോ? ഈ കാണുന്ന 2 സിസ്റ്റങ്ങൾ, ഫാനുകൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നു, അത് താനേ ഉണ്ടായി, നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. എങ്കിൽ ഇത്രയും ചെറിയ വസ്തുക്കൾ താനേ ഉണ്ടാവില്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ 1,13,000 വരുന്ന ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതാരാ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതാ? ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ആരാ സംവിധാനിച്ചത്? വന്ദേ ഭാരത് ട്രെയിൻ 8:50 കോഴിക്കോട് സ്റ്റേഷൻ പിടിക്കണം. ഇന്നോളം അതിന്റെ ചരിത്രത്തിൽ 8:50 പിടിച്ചിട്ടില്ല. ഞാൻ എപ്പോഴൊക്കെ വന്ദേ ഭാരതിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ 8 മിനിറ്റ് 10 മിനിറ്റ് വൈകിട്ടാണ് ആ ട്രെയിൻ സ്റ്റേഷനിൽ വരാറുള്ളത്. സാരല്ല, താരതമ്യേന എല്ലാറ്റിനേക്കാളും കണ്ടീഷനാണ്. പക്ഷേ സൂര്യൻ അത്തോളിയിലൂടെ കടന്നു പോകേണ്ടത് 6:05 6:04 കടന്നു പോവില്ല. 6:04 സൂര്യൻ അത്തോളി കടന്നല്ലോ എന്ന് പറയാൻ കഴിയില്ല. ഇല്ല, 6:10 എന്താ 6:06 ഉദിക്കേണ്ട സൂര്യൻ 6:10 ഉദിക്കാത്തത്? ഇന്നോളം ഒരാൾക്കും വിലപിക്കേണ്ടി വന്നിട്ടില്ല. ഗുജറാത്തിന്റെ ബോർഡറിലൂടെ സൂര്യൻ കടന്നു പോകേണ്ടി വന്നപ്പോൾ, അതേ ഫലസ്തീനിന്റെ മണ്ണിലൂടെ സൂര്യൻ കടന്നു പോകേണ്ടി വന്നപ്പോൾ, ലോകത്ത് സ്വിറ്റ്സർലാൻഡിലൂടെ സൂര്യൻ കടന്നു പോകേണ്ട ടൈമിൽ, അമേരിക്കയിൽ രാത്രിയും ഇവിടെ പകലുമായിരിക്കുമ്പോൾ സൂര്യൻ ഇതിന്റെ കറക്കം കൃത്യമായി നടക്കുന്നു എന്ന് 14.5 നൂറ്റാണ്ട് മുമ്പ് കള്ളം പറയാത്ത ദൈവീക ഗ്രന്ഥം 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 38 പറയുന്നു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറു ഖദ്ദർനാഹു മനാസില. എന്തൊരു പ്രയോഗമാണ്! വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അതിൻ്റെ കൃത്യമായ ഓർബിറ്റലുകളിലൂടെ, അതിൻ്റെ പദമേഖലകളിലൂടെ ഒരു സ്വിമ്മിംഗ് മോഷൻ എന്ന നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ, ഒന്നിനെയും കടന്നു പോകാതെ. ഈ സൂര്യൻ ഇവിടെ 14 നൂറ്റാണ്ട് മുമ്പാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. ഇന്ന് വരെ സൂര്യൻ്റെ സഞ്ചാരത്തിന് നമ്മളിങ്ങനെ വിചാരിക്കുക, സുബൈ ബാങ്ക് കൊടുത്ത് 5 മണിയായി, പിന്നെ 6 മണിയായി, 7 മണിയായി, 8 മണിയാകുമ്പോൾ നല്ല ഇരുട്ട്, സൂര്യൻ വരുന്നേ അല്ല. ബേജാറാവോ? ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ബേജാറുണ്ടാവോ? സൂര്യന്റെ ഉദയസമയം കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരവസ്ഥ അല്ല. സൂര്യൻ ഉറങ്ങിപ്പോയോ? അല്ല. സൂര്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമോ? വല്ലാത്തൊരു പ്രയോഗം അത്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നിർബന്ധിതമായോ സ്വമേധയാലോ പടച്ചവന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഖുർആനിലെ 3-ാം അധ്യായം 83 മുതൽ 85 വരെയുള്ള വചനം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ സൂര്യൻ അത് കൃത്യമാണ്. മഴയെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ജാജൻ ഫലൗലാ തഷ്കുറൂൻ. അപാരമായ ഖുർആനിലെ 56-ാമത്തെ അധ്യായം, വളരെ മനോഹരമായ 68, 69, 70 അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. അല്ല ഹൈന്ദവരെ, അല്ല ക്രൈസ്തവരെ, അല്ല മുസ്ലിങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മഹാനാണോ മഴ പെയ്യിപ്പിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങളാണോ അതല്ല നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ജാജൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നോ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിയുന്നത്? മാഉക്കും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഹീൻ. ആരാ നിങ്ങൾക്ക് ഉറവ് ജലം അല്ലാഹ് വറ്റിച്ചാൽ കൊണ്ടുവരുന്നത്? സൂറത്ത് മുൽക്കിലെ 30-ാമത്തെ വചനമാണ്. അല്ലാഹ് പറയണേ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ,
യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ ഫഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 286 വചനമുള്ള സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ, അല്ലയോ മനുഷ്യരെ, പാശ്ചാത്യരെ, പൗരസ്ഥരെ, അറബികളെ, അനറബികളെ, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, മജൂസികളെ എന്നൊന്നും വിളിക്കാതെ അന്നാസല്ലയോ 800 കോടി ജനങ്ങളെ, ലോകത്തിന്റെ ഭൂമുഖത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന 800 കോടി മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കണം? ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചു എന്നുറപ്പുള്ള പടച്ചവനെ. ഏതെങ്കിലും ഒരു ഹൈന്ദവന് തൻ്റെ ഇടത്തോടെ ചങ്കുറപ്പോടെ പറയാൻ പറ്റുമോ എന്നെ സൃഷ്ടിച്ചത് ശ്രീരാമനാണെന്ന്, എന്നെ സംവിധാനിച്ചത് ശ്രീകൃഷ്ണനാണെന്ന്, എന്നെ രൂപപ്പെടുത്തിയതിൽ മാതാമൃതാനന്ദമയ്ക്ക് പങ്കുണ്ടെന്ന്, എൻ്റെ വായു സഞ്ചാരത്തെ നിയന്ത്രിച്ചതിൽ അതുപോലെ പുട്ടപ്പർത്തിയിലെ സായിബാബക്ക് പങ്കുണ്ടെന്ന്, എൻ്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതിൽ മുഹമ്മദ് നബിക്ക് പങ്കുണ്ടെന്ന് ഒരു മുസ്ലിമിന് പറയാമോ? അല്ലെങ്കിൽ മൊയ്തീൻ ശൈഖിന് പങ്കുണ്ടെന്ന് ഒരു മുസൽമാന് പറയാമോ? ഒരു ക്രിസ്ത്യാനിക്ക് പറയാമോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യേശുവാണെന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞാൽ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടല്ലോ, ആകാശമുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, രാവുണ്ടല്ലോ, പകലുണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ഇതെല്ലാം സംവിധാനിച്ച ആ സംവിധായകനെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനമാണ്. ബാലൻ ചോദിക്കുന്നു, അല്ല അസീസ്ക, അല്ല ആലിക്ക, ആരാണ് നിങ്ങളുടെ അല്ലാഹ്? അല്ലാഹുല്ലദീ ഖലഖകും, നിന്നെ സൃഷ്ടിച്ചവനാണ് ഭാസ്കര. ഭാസ്കരനെ ഏതൊരു റബ്ബാണോ സൃഷ്ടിച്ചത്, പിണറായി വിജയനെ ഏതൊരു റബ്ബാണോ സൃഷ്ടിച്ചത്, നരേന്ദ്രമോദിയെ രൂപപ്പെടുത്തിയത് ഏതൊരു റബ്ബാണോ, ജോർജിനെയും സാറാമയെയും ഏലിയാമയെയും രൂപപ്പെടുത്തിയത് ഏതൊരു പടച്ച തമ്പുരാനാണോ, സി രവിചന്ദ്രന് വായു നൽകിയതാരാണോ, ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ, എത്ര അനന്ത പരകോടി ജീവജാലങ്ങളുണ്ടോ, ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഉണ്ടോ, അതിനെ സംവിധാനിച്ചവൻ അല്ലാഹ്. അല്ലാഹ് അവനാണ് റബ്ബുൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വചനം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവലോക പരിപാലകനായ എൻ്റെ റബ്ബിനാണ്. സർവലോകങ്ങളെയും പരിപാലിക്കുന്നവൻ പഞ്ചായത്ത് പരിപാലിക്കുന്നവനല്ല. കോഴിക്കോട് ജില്ലയിലെ CM മടവൂരിനെ അമേരിക്കയിൽ ചെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഉള്ളാളം തങ്ങളെ ലണ്ടനിൽ പോയി ചോദിച്ചാൽ ലണ്ടനുകാരന് ഉള്ളാളം തങ്ങളെ അറിയില്ല. ഗുരുവായൂരപ്പനെ അറിയുമോ എന്ന് സൗദി അറേബ്യയിൽ പോയി ചോദിച്ചാൽ അറബികൾക്ക് അറിയില്ല. പക്ഷേ ലോകത്തെ എവിടെ ചെന്നിട്ടും ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരു നാഥനുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചതമ്പുരാനുണ്ട്. എൻ്റെ കൈകാലുകൾ ശരിപ്പെടുത്തിയ ഒരു റബ്ബുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട്. എൻ്റെ തലമുടികളെ ശരിപ്പെടുത്തിയ ഒരു റബ്ബുണ്ട്. എൻ്റെ കൈവിരലുകളെ വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട്. എൻ്റെ ഉമിനീർ ഗന്ധികളെ വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട്. എൻ്റെ വേർപ്പ് വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെയാണ് ഞങ്ങൾ പടച്ചതമ്പുരാൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു വലിയ പഠനമാണ്, ഇതൊരു വലിയ അന്വേഷണമാണ്. ഈ റബ്ബിലേക്കുള്ള ക്ഷണമാണ് ഇസ്ലാമിക ലോകത്തിന്റെ കാതലായ വശം. ഏതൊരു പ്രവാചകൻ ഭൂമുഖത്ത് വന്നുവോ, ഏതൊരു പ്രവാചകൻ ജനങ്ങളെ അഭിമുഖീകരിച്ചുവോ, അവരൊന്നാമതായി പറഞ്ഞ കാര്യം മൊയ്തീൻ ശൈഖിന്റെ കറാമത്തിനെ കുറിച്ചല്ല, മമ്പറന്തങ്ങളുടെ മേന്മയെ കുറിച്ചല്ല, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മുഇസ്സത്തിന്റെ കഥകൾ പറയാനല്ല, ഏതെങ്കിലും ഒരു ബീവിയുടെ കറാമത്ത് വിശദീകരിച്ച് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ശീതീകരിച്ച റൂമിൽ കിടന്നും കോടികൾ വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിച്ചും അങ്ങനെ ജനങ്ങളുടെ പിന്തുണ കിട്ടി ജീവിക്കാനല്ല.
അവർ കല്ലേറുകൊണ്ടത്, അവർ കൂക്കുവിളിയേറ്റത്, അവർ ബഹിഷ്കരണമേറ്റത് ഒരൊറ്റ കാര്യം കൊണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, എല്ലാ സംഘടനകളിലും പെട്ടവരോട് ഈ അത്തോളി വെച്ചിട്ട് ഈ വിനീതനായ ഞാൻ പറയട്ടെ, വളരെ പ്രധാനമാണ്. അല്ല പറയുകയാണ്, ഉദനല്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. എത്ര മനോഹരമാണ് ആ വചനം. എന്തേ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? എന്തേ അബൂബക്കർ സിദ്ദീഖിന് മദീനത്ത് പോകേണ്ടി വന്നത്? മൊയ്തീൻ ശൈഖിനെ വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ലാത്തയെ വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, ഉസ്സയെ വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അല്ലാഹയാണ് റബ്ബ്. എന്തിനാ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോയത്? അള്ളാനെ റബ്ബായി തൃപ്തിപ്പെട്ടതിന്റെ പേരിലാണ്. സഹോദരാ, ഈ റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞത്. നാട് വിട്ടു പോകേണ്ടി വന്നതും ഈ റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. ലോകത്ത് ഏതേത് കാര്യങ്ങളും അവരനുഭവിച്ച പീഡനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, നാട് കടത്തലുകൾ, അതേ അവ കൈകാലുകൾ ഛേദിക്കപ്പെടലുകൾ എല്ലാം നടന്നത് ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ചതിന്റെ പേരിലല്ല. ഒരു മഹാനെയും വിളിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഒരു ശൈഖിനെയും വിളിക്കില്ല, ഒരു ഔലിയെയും വിളിക്കില്ല, ഒരു നബിയെയും വിളിക്കില്ല, ഒരു ജിന്നിനെയും വിളിക്കില്ല, ഒരു മലക്കിനെയും വിളിക്കില്ല. ഞങ്ങൾ ഒരേ ഒരു ശക്തിയെ വിളിക്കുള്ളൂ. ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെക്കുന്നുണ്ട്, ബിലാലിന്റെ കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിക്കുന്നുണ്ട്, ബിലാലിന് അങ്ങാടി പിള്ളയേർ നോവിക്കുന്നുണ്ട്. മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മരണാനത്തിലൂടെ ബിലാലിനോടവർ പറയുന്നത്, ഔലിയാക്കളെ വിളിക്ക്, ഔലിയാക്കളെ വിളിക്ക്. ഞാൻ വിളിക്കില്ലടോ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അല്ല ഏകനാണ്, അല്ല ഏകനാണ്, അല്ലാഹുവിന്റെ വഹദാനിയത്താണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഖുർആനിന്റെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ഹമീൻ സജദയുടെ 33-ാമത്തെ വചനമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹ് പറയുന്നത് എന്തറിയോ? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഞാൻ വളരെ വിനീതമായി ഇവിടുത്തെ EKAP സുന്നി വിഭാഗത്തിൽ ആരെങ്കിലും ഒന്നെങ്കിൽ ലൈവായിട്ട് ഇത് കേൾക്കുന്നുണ്ടാവും, ഇല്ല ഇൻഷാ അല്ലാഹ് നാളെ അത് റെക്കോർഡായിട്ട് കാണാൻ വിധിക്കപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ ഏത് ഉസ്താദാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വരുന്നത്? ഒരൊറ്റ ഉസ്താദിന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. EK സുന്നിയിലും AP സുന്നിയിലും പെട്ട ഒരൊറ്റ മനുഷ്യനെ, ഒരാലിമിനെ, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരാലിമിനെ. ദർഗയിലേക്ക് ക്ഷണിക്കുന്ന ലക്ഷക്കണക്കിന് ആലിമുകളുണ്ട് നിങ്ങൾക്ക്, അത് ഞങ്ങൾക്കറിയാം. സീമടവൂര് പടച്ചോനാന്ന് പറയുന്ന ആലിമുകൾ നിങ്ങൾക്കുണ്ട്, അതല്ല ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ അമ്പിയാക്കൾ നടത്തിയ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ 10 മിനിറ്റ് റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. AP ഉസ്താദിന്റെ EK ഉസ്താദിൽപ്പെട്ടവരുടെയോ ഒരു പ്രസംഗം 10 മിനിറ്റ് ആകാശഭൂമികളുടെ തമ്പുരാനെ ഇടതടവില്ലാതെ അതിൻ്റെ ഇടക്ക് ഔലിയാനെ തിരികാതെ അള്ളാനെ പറ്റി 10 മിനിറ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം കേരളത്തിന്റെ ചരിത്രത്തിൽ അള്ളാനെ പരിചയപ്പെടുത്താനല്ല. സുന്നത്തിയമായിട്ട് ഉണ്ടായത് എന്തിനാ? സുന്നി പണ്ഡിതന്മാർ പറയുന്നത് മൊയ്തീൻ ശൈഖിനെ ഉച്ചത്തിൽ വിളിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനാണ്. എന്തിനുണ്ടായത്? ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് എന്തിനാണ്? മൊയ്തീൻ ശൈഖിനെ ഉച്ചൈസ്തരം വിളിച്ച് ആരാധിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത്. ഒരു മൊയ്ലിയാർ പ്രസംഗിച്ചതാ. ആ ക്ലിപ്പ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇട്ടതാണ്, നിങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്. എന്തിനാ സമസ്ത ഉണ്ടായത്? സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. അതേ നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. EKAP സുന്നിക്ക് അതേ കഴിഞ്ഞിട്ടുള്ളൂ. പടച്ചോനാണോ വലുത്, സീമടവൂരാണോ ചോദിച്ചു നോക്കിയേ. പടച്ചോൻ പിന്നല്ലേ 25 കൊല്ലം കുട്ടികളെ ചോദിച്ചിട്ട് അല്ല കൊടുത്തോ? സീമടവൂരല്ലേ ആമിനത്താത്താക്ക് കൊടുത്ത്? അബ്ദുസ്സമദ് സഖാഫി അത് പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം അള്ളാനെ വേണ്ട. ഈ കൗമിന്റെ അവസ്ഥ കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയണല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇവിടുത്തെ AP സുന്നികളുടെ അവസ്ഥയാ എന്താ? നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ ഒരു ചങ്ങായി കേരളം മുഴുവൻ നടക്കണ്ടല്ലോ. ഓൻ എന്തിനാ നടക്കണത്? ഓൻ പെട്ടിയെടുക്കണത് എന്തിനാ? ഓൻ തുണിക്കുപ്പായ അയൻ ചെയ്യുന്ന എന്തിനാ? സീമടവൂരിനെ മുദബ്ബിറുലാലമാക്കാൻ. ഞാൻ ചോദിക്കുന്നത് അതല്ലാത്ത എന്ത് പരിപാടിക്കാണോ ഓൻ ഇറങ്ങണത്? റസൂലിനെ പരിചയപ്പെടുത്താനാണോ? അള്ളാഹിനെ പരിചയപ്പെടുത്താനാണോ?
അള്ളാഹിനോട് നന്ദി കാണിക്കണമെന്ന് പറയാനാണോ? അള്ളാഹുലേക്ക് മടങ്ങണമെന്ന് പറയാനാണോ? എന്തിനാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ലക്ഷക്കണക്കായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഒരാളെങ്കിലും? നിങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങളെ വിഷയം അള്ളയല്ല, നിങ്ങളെ വിഷയം റസൂലല്ല, നിങ്ങളെ വിഷയം നിങ്ങളുടെ ആമാശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആശയമല്ല. ആശയമില്ലാത്തവന് ആമാശയം വലുതായിരിക്കും. ആമാശയം വലുതായവന് പിന്നെ ആശയം ഉണ്ടാവില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ഞാനിത് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞ, വളരെ നല്ല രൂപത്തിൽ കാട്ടിക്കൂട്ടി ഞാൻ ദുനിയാവിൽ എനിക്ക് ആയുസ് അല്ല തരുന്ന കാലം അത്രയും ഞാൻ പറയും. ഒറ്റ പ്രാർത്ഥനയെ റബ്ബിനോട് നടത്താറുള്ളൂ. തൊണ്ടേന്ന് ഇങ്ങോട്ട് നാവ് കേടിരാണ്ടിക്കാൻ പടച്ചോനെ സഹായിക്കണേ. തലച്ചോറും ആർക്കും പണയപ്പെടുത്താതിരിക്കും. കയ്യോ കാലോ കൊഞ്ഞാൽ സാരല്ല, ഇരുന്നിട്ടെങ്കിലും മൈക്ക് കിടന്നിട്ടാണെങ്കിൽ തൊള്ളയിൽ ചെന്ന് അവിടുന്ന് പറയാലോ. അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ഇവിടെ മുസ്ലിം സംഘടനകളില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക പണിയില്ല. അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ള പരിപാടി ഉണ്ടായൊരു കാലം ഉണ്ടായിരുന്നു. ആദർശം പറഞ്ഞ കാലമൊക്കെ ഉണ്ടായിരുന്നു. പലതും എന്നൊക്കെ ഒഴിവാക്കി. ഇപ്പം പറയുന്നത് മൗദൂദി ഞങ്ങൾക്ക് വേണ്ടാന്നാ. എന്നാ പിന്നെ ആ കിതാബൊക്കെ കുഴിച്ചിട്ട് കളി. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു പ്രസ്ഥാനമാണ്. റസൂലാണോ വലുത് മൗദൂദിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും മിണ്ടാണ്ടിരിക്കുന്നവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത്. ഞാൻ എൻ്റെ വീട്ടിൽ പ്രബോധനം ചേർത്താൻ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വിയോജിപ്പേ ഉള്ളൂ. മൗദൂദി മൗസൂമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, മൗദൂദി തെറ്റുപറ്റാത്ത ആളാണെന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങൾ. അങ്ങനൊന്നുമില്ല അറിഞ്ഞ്. അപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചു, എന്നാൽ മൗദൂദിക്ക് ഒറ്റ തെറ്റ് പറയുന്നു. രണ്ടാൾ ഇറങ്ങിയാട് പോയി. പറയാൻ കഴിയില്ല. ഇപ്പോൾ പറയാം, എന്താ ഇത് കൊണ്ടെടുക്കാൻ പറ്റില്ല. മൗദൂദിൻ്റെ സിദ്ധാന്തം ഇന്നത്തെ ഇന്ത്യയിൽ കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് മനസ്സിലായി? അത് ഇസ്ലാം അല്ല. ഇസ്ലാം ഏത് കാലത്തും കൊണ്ടെടുക്കാൻ പറ്റുന്നു. മൗദൂദിസോ എല്ലാ കാലത്തും പറ്റാത്തൊരു സാധന. അതെന്താ? മനുഷ്യൻ്റെ തലച്ചോറിൽ ഉദയം ചെയ്താൽ അതിന് പരിമിതി ഉണ്ടാവും. അത് ഇവിടെ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ തലച്ചോറിലുള്ള ഒരു ആശയമാണോ? അതും ലോകത്ത് മുന്നോട്ട് പോകില്ല. മറിച്ച് അള്ളാഹിൻ്റെ ഗ്രന്ഥമാണോ അലദ്ദീനി കുല്ലി, എല്ലാ ദർശനങ്ങളെയും അത് അതിജയിക്കും, എല്ലാറ്റിനെയും അതിജയിക്കും. നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഭൂമിയിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടോ? ഈ ഭൂമി ഇവിടെ ഉണ്ടോ? അത് സൃഷ്ടിച്ചവൻ്റെ പേരാ അല്ലാഹ്. സമ്മതിച്ചോ നിങ്ങൾ? ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. അള്ളയാണ് വലുത് എന്ന്. റസൂല് വലുതാണ് എന്നല്ല പറയുന്നത്. റസൂല് ഞങ്ങൾക്ക് വലുതാ, അള്ളാഹിൻ്റെ താഴെ നിർത്തിക്കൊണ്ട്. സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ ഇമാം ബൂസീരി ബുർദെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാന്ന് ചോദിച്ചാൽ അത് റസൂലാണ്. ആ റസൂലിനെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആ റസൂൽ. അതാണ്. സൃഷ്ടാവിലേക്കാവില്ല, സൃഷ്ടി. ഇവിടെ നമ്മൾ സൃഷ്ടി പഠനമാണ്. സൃഷ്ടാവിനെ കുറിച്ചുള്ള പഠനത്തിലൂടെയാണ് നമ്മൾ സൃഷ്ടിയെപ്പറ്റി പഠിക്കുമ്പോഴാണ് സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ചില ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ കുറച്ച് ആയത്തുകൾ തുടർച്ചയായി നിങ്ങളുടെ മുമ്പിൽ ഓതി പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ്, ഇത് EK സുന്നി AP സുന്നിയിലെ ചെറുപ്പക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ദൂരം നിന്ന് കേൾക്കുന്ന താത്തമാരുണ്ടാവും, പുരയിൽ കേൾക്കുന്നവരുണ്ടാവും. ഇത് ലൈവായിട്ട് വീട്ടിലിരുന്ന് കേൾക്കാൻ ആരെയും ശല്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനൊക്കെ ഒരു കാര്യമുണ്ട്. മുജാഹിദുള്ള സദസ്സിൽ വന്നിരിക്കേണ്ട വീട്ടിലിരുന്നാൽ മതി. എന്നിട്ട് എല്ലാവരും പറയും, ഞാൻ കാസർഗോഡ് ചെല്ലുമ്പോൾ AP EK സുന്നികൾ എന്നോട് പറയുന്നത് അറിയോ, ആ ലിങ്ക് ഒന്ന് അയക്കണേ ഉസ്താദെ, ഒന്ന് കേട്ടോ കട്ടെ എന്ന്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. വിശുദ്ധ ഖുർആന്റെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 36. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, എല്ലാ വലിക്കുല്ലി ഖൗമിൻ ഹാദ് സൂറത്ത് റഅദിലെയാണ്. അതുപോലെ തന്നെ ഖലാഫിഹാ നദീർ, ഒരു സമുദായവും ഉണ്ടായിട്ടില്ല താക്കീത് നൽകപ്പെടാൻ ഒരു ദൂതന് നിയോഗിക്കാത്ത ഒരു ജനതയും. എന്നിട്ട് ആ പ്രവാചകന്മാർ ഒന്നാമതായി പറഞ്ഞതെന്താ? അൻഅബ്ദുല്ലാഹ്, അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക, വജ്തനിബുത് താഗൂത്ത്, എല്ലാ താഗൂത്തുകളെയും ദുർമൂർത്തികളെയും വെടിയുക. ഒരു മലക്കിനെ ആരാധിച്ചുകൂടാ, ജിന്നിനെ ആരാധിച്ചുകൂടാ, ഒന്നും ആരാധിച്ചുകൂടാ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകളുണ്ടായി. എൻ്റെ ഫോണിൽ കിടക്കേണ്ട ആ വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ KNമാരെ സലാം മടക്കണില്ല. സലാം മടക്കാതിരുന്നപ്പോൾ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. KNമാരനാട്ടോ പറയണത്. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ് എന്ന്. ഇത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എൻ്റെ മുഖത്ത് നോക്കി ഈ KNമാരൻ പറയാണ്, എന്ത്
ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്. ഇതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ. അതോട് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ടിരിക്കുകയാണ്. അത് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. എൻ്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. സഹോദര ആലോചിക്കുക. രണ്ടാമത്തേത്, വാട്സപ്പ് കൂട്ടായ്മയിൽ ബഷീർ സലഫി ഉണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ മുജാഹിദിലും EKAP സുന്നിയിലും എല്ലാത്തിലുണ്ട്, KNM ഒക്കെ. ആ ഗ്രൂപ്പിൽ ഒരു KNM-മാരൻ ചർച്ച ചെയ്യാണ്. KNM-മാരൻ്റെ ചോദ്യം എന്താ അറിയോ? കടലിൽ നമ്മളിങ്ങനെ കപ്പലിൽ യാത്ര പോവുകയാണ്. എവിടെ? കടലിൽ കപ്പലിൽ യാത്ര പോവുകയാണ്. അപ്പൊ കാറ്റും കോളും വന്ന് കപ്പൽ മുങ്ങാറായി. അപ്പൊ കടലിൽ ഈ കപ്പലിന്റെ പരിസരത്ത് ജിന്നുണ്ടാവാലോ, അങ്ങനെ ഒരു ജിന്നിനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്നാണ് ഓൻ്റെ ചോദ്യം. അപ്പൊ അതിന് ബഷീർ സലഫി കുറച്ച് മറുപടിയൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ മറുപടിയിൽ അവസാനിപ്പിച്ചു. കടലിലും കാട്ടിലും കോളിലും പെട്ട് കപ്പലിൽ യാത്ര ചെയ്തിരുന്നു അബൂജഹലും കൂട്ടരും. അവരെ പറ്റി അല്ല പറഞ്ഞത് കടലിൽ വെച്ച് മറ്റാരെങ്കിലും വിളിക്കാമോ എന്നുള്ളൊരു ചിന്ത പോലും അവർക്കുണ്ടായിട്ടില്ല. ശരിക്കും ചിന്തിക്കണേ, ഇതൊരു അപാരമായ പോയിന്റാണ്. ശരിക്കും ഹൃദയത്തെ കുത്തിവെച്ചോളി. അബൂജഹലിനും കൂട്ടരും കപ്പലും മുങ്ങുമ്പോ അല്ലെന്താ പറയുന്നറിയോ? അബൂജഹലും കൂട്ടരും കപ്പലിൽ യാത്ര പോയാൽ വദ്ദിനെ അവർ ഉപേക്ഷിച്ചു, ലാത്തയെ ഉസ്സയെ അവർ ഉപേക്ഷിച്ചു, മനാത്തെ ഉപേക്ഷിച്ചു. ഒരു നബിയെ അവർ വിളിച്ചില്ല, ഒരു ജിന്നിനെയും വിളിച്ചില്ല, ഒരു മലക്കിനെയും വിളിച്ചില്ല, പടച്ചോനെ മാത്രം വിളിച്ചു. അവിടെ ജിന്നുണ്ടാവൂലേ മലക്കുണ്ടാവൂലേ എന്ന് പോലും അബൂജഹൽ ചിന്തിച്ചില്ല. കടലിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ ഓന് തോന്നണോ? ഓന് സാമ്പിൾ പറയാൻ അല്ല ഖുർആനിൽ പറയാണ്. നിങ്ങൾ ആലോചിക്കും, 31-ാം അധ്യായം 32-ല് വൈദാ ഹശിയഹും മൗജുൻ കല്ലുലൽ ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി സകല ഇലാഹുമാരെയും ഉപേക്ഷിച്ച്, കരയിൽ വിളിച്ച സകലമായ ഇലാഹുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആർത്തിരമ്പുന്ന പർവ്വത സമാനമായ തിരമാലകൾ വന്ന് കാട്ടിലും കോളിലും പെട്ട് കപ്പൽ മുങ്ങുമ്പോൾ പടച്ചോനെ മാത്രം ഓർത്ത കൗമിന്റെ പേരാണ് മക്ക മുശ്രിക്കുകൾ. ഇനി പറ, KNM-ന്റെ തലതിരിഞ്ഞ കുട്ടികൾ എന്തിനാണ് റോന്ത് ചുറ്റുന്നത്? ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയണം, നിങ്ങൾ നന്നായിക്കോളി, നിങ്ങൾ പഠിച്ചോളി. ഏറ്റവും ചുരുങ്ങിയ മലയാളക്കരയിൽ എഴുതിയ പൂർവികരുടെ ഒരു പുസ്തകമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വായിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു മുഖാമുഖം നടന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഹാരിസ്. ആ ഹാരിസ് ഫൈസൽമാനോട് ചോദിച്ചു, മാലിക് സൽവിനോട്. മാലിക് സൽവി ഒരു ചോദ്യം ചോദിച്ചു, ആ പാരഗ്രാഫ് അല്ലാതെ ആ ലേഖനം ഫുള്ള് വായിച്ചിട്ടുണ്ടോ ഹാരിസേ എന്ന്. ഹാരിസ് പറയാൻ വായിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണേ. തൗഹീദിന്റെ കാവലാളാകുന്നതിന് വേണ്ടി, ശിർക്ക് ഉമ്മത്തിൽ അരക്കെട്ടുറപ്പിക്കാതിരിക്കാൻ വേണ്ടി മഹാപണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനമാണത്. അമ്പലക്കടവിന്റെ അന്തം വിട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണത്. അതിന്റെ മുഖപുര പോലും വായിക്കാതെ, ആ ലേഖനം മൊത്തം വായിക്കാതെ, നേതാക്കന്മാരിൽപ്പെട്ട ചില ഊരി ചുറ്റികൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പാരഗ്രാഫുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഹാരിസ് പോലും കൊച്ചിയിൽ വന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര ഭീകരമാണ്. വായിക്കില്ല, പഠിക്കില്ല. അല്ല നമ്മളോട് ആദ്യം പറഞ്ഞ് വായിക്കാനാ. മനസ്സിലായി? ഞാൻ പറയുന്നത് ഒന്നും പഠിക്കില്ല, എന്താ ഉള്ളത് ഏതാ ഉള്ളത് അറിയില്ല. അങ്ങനെ നടക്കുകയാണ്. ഒരു 12 കൊല്ലായി ഈ അവസ്ഥ KNM-ന് വന്നിട്ട്. ഒരെണ്ണം വായിക്കില്ല, ഒരു പുതിയ ഇബാറത്ത് പഠിക്കില്ല, ഒരു പുതിയ കാര്യം പഠിക്കില്ല. ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസതു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. വകസീറും മിൻഹും ഫാസിഖൂൻ. 57-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞ അതിവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് ഉറപ്പാണ് നശിച്ചു പോവുകയുള്ളൂ. കേരളത്തിൽ 2 വിഭാഗമാണ് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാകും. ഒന്ന് മർക്കസുദവ ആസ്ഥാനമായവരും, ഒന്ന് വിസ്റ്റവും. KNM ഉമർ മൗലവി എഴുതിയ ലേഖനം പോലെ അതിൽ ലയിച്ചു പോകും. മർക്കസുദവയിൽ ലയിപ്പിക്കപ്പെടും. ഒരു 5 കൊല്ലത്തിനുള്ളിൽ സമ്പൂർണമായ ലയനം. അതൊരാളുടെ, ഒരു വ്യക്തിയുടെ, കേരള നേതൃത്വത്തിൻ്റെ ടോപ്പ് ലീഡറുടെ നേതൃത്വത്തിൽ ആ ലയനം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഈ പ്രസംഗം ഓർത്താൽ മതി. ഉമർ മൗലവി എഴുതിയത് വെറുതെ ആവൂല. ദീർഘദർശനം ചെയ്ത മഹാനുഭാവൻ പറഞ്ഞത് ഇവിടെ പുലർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അദ്ദേഹം പഠിച്ചത് KNM പിരിച്ചുവിടേണ്ടി വരില്ല, KNM ലയിച്ചു പോകുമെന്ന് ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. അതിവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ലയനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെടണം. ഞാൻ പറയുന്നത് വിശ്വാസികളെ, ജീവിതം ഈ ദുനിയാവിൽ ഒന്നേ ഉള്ളൂ, അതിന്റെ റിസൾട്ട് ആഖിറത്തിലാണ്.
ആ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഹക്കിനോടുള്ള പ്രതിബദ്ധത ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹ് പറയുന്നു ഖുർആനിലെ 9-ാം അധ്യായം 119-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളെ തഖ്വ ഉൾക്കൊള്ളാൻ കഴിയണം. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ ജീവിക്കണം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നീ മുഅ്മിനാണോ, നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഓർത്തെടുത്തോ, മനസ്സിലായോ? പണ്ഡിതോചിത ചർച്ചകൾ വേറെ, അത് നമുക്ക് പിന്നീട് പറയാം. നമ്മളുടെ ജീവിതത്തിന് ഇപ്പം നിങ്ങൾ നോക്ക്, ഞാൻ വെറുതെ പറയാണോ? സൃഷ്ടാവായ റബ്ബിനെ പരിചയപ്പെട്ട യൂസുഫ് നബിയുടെ പ്രാർത്ഥന, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, എനിക്ക് രാജാധികാരം തന്നത് റബ്ബേ നീയാണ്. രാജാധികാരത്തിൽ നിന്നൊരു ഓഹരി എനിക്ക് തന്നത് റഹ്മാനായ റബ്ബേ നീയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, നീയാണ് എനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകിയത്, നീയാണ്. നാദാ അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ രക്ഷാധികാരി. ദുനിയാവിൽ ആരാ രക്ഷാധികാരി? തല വെച്ച് കുത്തിയാൽ മൊയ്തീൻ ഷെയ്ഖ്, തൊട്ടിലാട്ടിയാൽ മൊയ്തീൻ ഷെയ്ഖ്, ജീപ്പ് മറിഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖ്, അല്ലേ? മമ്പറന്നങ്ങൾ, ഉള്ളാളന്നങ്ങൾ. ഇപ്പം മെല്ലെ മെല്ലെ മൊയ്തീൻ ഷെയ്ഖൊക്കെ പോയി. ഇപ്പം കേരളത്തിൽ CM മടപൂരായി മാറി. അങ്ങനെ എല്ലാവരും പരസ്യം കൊടുത്ത് ആ മഹാന് വലിയൊരു പബ്ലിസിറ്റി കിട്ടി. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഇപ്പം യൂനുസ് നബി ഒരു നബിയാണ്. ആ നബിയുടെ ജീവിതം പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കുമോ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ, കടലിൽ നോക്കൂ നിങ്ങൾ, രാത്രിയുടെ ഇരുട്ട്, കാർമേഘം ഘനീഭവിക്കുന്ന സെക്കൻഡ് ഇരുട്ട്, ആർത്തിരമ്പുന്ന തിരമാലകൾ സൃഷ്ടിക്കുന്ന തേർഡ് ഇരുട്ട്, ആഴക്കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് യൂനുസ് നബി ആരോട് ദുആ ചെയ്തു? ആഴക്കടലിലാണ്, ഒരു ജിന്നിനെയും വിളിച്ചില്ല, ഒരു മലക്കിനെയും വിളിച്ചില്ല, അന്ധകാരത്തിലാണ്. അവിടെ ജിന്നുണ്ടായിരിക്കാം, ഉണ്ടായിരിക്കാം. കടലിൽ ജിന്നുകൾ മുങ്ങിയിരുന്നു എന്ന് ഖുർആൻ. കടലിന്റെ ആഴങ്ങളിൽ മുങ്ങി മുത്തും ഭവ്യവും ജിന്നുകൾ എടുത്തിരുന്നു എന്ന് ഖുർആൻ. എന്ന് കരുതി കടലിൽ ആ ജിന്നുണ്ടാകാമെന്ന് സങ്കല്പിച്ച് അതിനെ വിളിക്കാമോ എന്ന ചോദ്യം പോലും കസ്റത്ത് സുവാലാണ്. ദൗനി മാ തറക്തുകും മിന്നമാ ഖലഖം മൻ കാന ഖബ്ലകും കസ്റത്ത് സുവാലിഹിം വഖ്തിലാഫും മൻ അംബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതാഅതും. റസൂൽ പറയാണ്, ഞാൻ ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. ഒരു ജനത നശിച്ചു പോയിട്ടുണ്ട് കസ്റത്ത് സുവാൽ കൊണ്ട്. മർക്കസ് ദേവക്കാർ കസ്റത്ത് സുവാലിന്റെ ഹോൾസെയിൽ ആളുകളാണ്. KNM ഇപ്പം അവിടേക്ക് മർക്കസ് ദേവക്ക് പഠിക്കുക. KNM അത് വല്ലാത്തൊരു പഠനമാണ്, വല്ലാത്തൊരു വിധേയത്വമാണ്, വല്ലാത്തൊരു പരാജയവുമാണ് കേട്ടോ. സ്വന്തം ജനതയോട് ചെയ്യുന്ന മഹാക്രമം, ഇതൊരു മഹാക്രമമാണ്. ആ കസ്റത്ത് സുവാൽ, ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ബദർ യുദ്ധം പഠിച്ചവരല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബദറിനെ പറ്റി അറിയുന്നവരല്ലേ? ഇത് തസ്തഈസൂന റബ്ബക്കും 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 ഫസ്തജാബ ലക്കും ഇന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. അൻഫാൽ. പടച്ചവനോട് തേടി. ആര് തേടി? അള്ളാഹുവിന്റെ റസൂല് തേടി. റസൂലിനോട് സഹാബത്ത് തേടിയില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ സഹാബത്തും അള്ളാഹുവിനോട് തേടി. പടച്ചവനെ, ഈ ന്യൂനപക്ഷം നശിപ്പിക്കപ്പെട്ടാൽ ഭൂമുഖത്ത് നിന്നെ മാത്രം ആരാധിക്കാൻ ഒരു ജനത ഉണ്ടാവില്ല എന്നവർ പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹു തുടരെ വരുന്ന മലക്കുകളെ കൊണ്ട് അവരെ സഹായിച്ചു എന്ന് ഖുർആൻ. വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല വത്തഖുല്ലാഹ്. വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹ് നിങ്ങളെ ബദറിൽ സഹായിച്ചു. എങ്ങനെ? തുടരെ അയക്കുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹ് അവരെ സഹായിച്ചിട്ടുണ്ട്. ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 123. ഇത്രയും സമ്മതിച്ചോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ബദറിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു മലക്ക് ഉഹദിലുണ്ടാകാമെന്ന് വിചാരിച്ച് ഉഹദ് യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു സഹാബി മലക്കിനെ വിളിച്ചിരുന്നോ? ജിന്നിനെ വിളിച്ചിരുന്നോ? ഇല്ല. എന്തേ വിളിക്കാത്ത? അങ്ങനൊരു വകുപ്പില്ല. ആ വിളിയുടെ ഒരു വകുപ്പില്ല. മനസ്സിലായോ? ഹാദിറുള്ള ജിന്നിനോട്, ഖാദിറായ ജിന്നിനോട്, ഹയ്യായ ജിന്നിനോട് ഒരാൾ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അതെന്താകും?
അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് വിഷയം. നമുക്ക് വിളിക്കാമോ എന്നതല്ല വിഷയം. ആരെങ്കിലും വിളിച്ചാൽ അവനെപ്പറ്റി മുശ്രിക്ക് എന്ന് പറയാമോ, ഇതാണ് ചർച്ച. നമുക്ക് വിളിക്കാമോ എന്നല്ല, അങ്ങനെ ഒരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. അത് ടി.പി. അബ്ദുൽ മദനി പറഞ്ഞ നുണയാണ്, പച്ച നുണയാണ്. ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞു എന്ന ടി.പിയുടെ പ്രസംഗം. നമ്മളാരും ജിന്നിനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഒരുപക്ഷേ നമ്മുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട്, സക്കറിയ സ്വലാഹിൻ്റെ പ്രസംഗം കേട്ട് താടി നീട്ടിയവരെനിക്കറിയാം, നരേന്ദ്ര മോള് തുണിയെടുത്തവരെനിക്കറിയാം, സുഹൈർ ചുങ്കത്തൻ്റെ പ്രസംഗം കേട്ട് വ്യാഴവും തിങ്കളും നോമ്പ് വലിക്കുന്നവരെനിക്കറിയാം, പർദ്ദ ധരിച്ചവരെ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഈ ആരുടെയെങ്കിലും പ്രസംഗം കേട്ടിട്ട് ജിന്നിനെ വിളിച്ച ഏതെങ്കിലും ഒരു ജിന്ന് മണ്ടക്കൂട്ടത്തിൽ ഇല്ല. നമ്മളൊക്കെ മക്കയിലും മദീനയിലും പോയിട്ടുണ്ട്, മരുഭൂമികളിലൊക്കെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ വെച്ച് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരെയും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾ ഇതൊന്നും നമുക്ക് ശരിയായതല്ല, നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മ ഇസ്തവാ അലൽ അർശ് വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ. 13-ാം അധ്യായം സൂറത്ത് റഅദിലെ 2-ാമത്തെ വചനമാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തും പറയാണ്, അള്ളാഹു ആകുന്ന നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയവൻ, പിന്നെ അവൻ സിംഹാസനസ്ഥനാകുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ പറ്റി നിങ്ങൾ ദൃഢബോധ്യമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇൻ അഫലാ തദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 32-ലെ സൂറത്ത് സജ്ദയിലെ 4-ാമത്തെ വചനത്തിൽ പറയാൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും 6 ദിവസങ്ങളായി 6 ഘട്ടങ്ങളായി അതിനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. അവന് പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും ശുപാർശകരുമില്ല എന്നിരിക്കെ നിങ്ങൾ എന്താണ് ആലോചിച്ച് ചിന്തിക്കാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു കൃമികീടത്തെ പോലും മറ്റൊരാൾ, അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നമുക്കൊന്ന് പറയാം. അത് സൂറത്ത് ലുഖ്മാനിലാണ്. അതിങ്ങനെയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിദ്ദാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വചനം. ആ വാചകത്ത് പറയുന്നതറിയോ? അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ അല്ലാഹ് പർവ്വതം നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ, അല്ല ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയ പടച്ചതമ്പുരാൻ. വല്ലാത്തൊരു പ്രയോഗം. പർവ്വതങ്ങളെ ആണികളാക്കിയ പടച്ചതമ്പുരാൻ. ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞ് ഈ സസ്യലതാദികളെ മുളപ്പിച്ച പടച്ചതമ്പുരാൻ. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ്ഖാ فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وعبا متاعا لكم ولأنعامكم. 80-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് മുന്തിരിയും നിങ്ങൾക്ക് വെണ്ടയും തക്കാളിയും പയറും എല്ലാം എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടോ, ചോളമുണ്ടോ, എന്തൊക്കെയുണ്ടോ, ഈത്തപ്പഴങ്ങളുണ്ടോ, ഇടതൂർന്ന തോട്ടങ്ങളുണ്ടോ, എല്ലാം തന്നത് പടച്ചതമ്പുരാൻ. നോക്കൂ നിങ്ങൾ, ആ പടച്ചവനിലേക്കാണ് മാനവരാശിയെ ഇസ്ലാം ക്ഷണിക്കുന്നത്. ലോകവേദങ്ങളെല്ലാം അതിലേക്ക് ക്ഷണിച്ചു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യനെ ഏകം സദ്ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്രപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ എന്ന് പറയുന്നത്. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് ഹീബ്രുവിലാണ്. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് യഹ് അഹദ്. അഹദിന്റെ ഹീബ്രുവാണ് യഹ്.
നോക്കൂ നിങ്ങൾ, ത്വമേകം ശരണ്യം, ഏകം മേഘം മേഘം. ദൈവം ഒന്നിലധികമില്ല. ദൈവം എന്തില്ല? ഒന്നിലധികമില്ല, ഒറ്റ തമ്പുരാൻ. അതാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ ഫഅന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങൾ ഏക സമുദായമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുക എന്നതാണ്. അത് എത്ര വ്യക്തമാണ്, എത്ര കൃത്യമായാണ് അത് പരാമർശിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയാണ്, എടോ ഈ പ്രപഞ്ചം കാണുമ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് മാൾ കണ്ടാൽ മാഷാ അല്ലാഹ് പറയുന്നു, ഫന്റാസ്റ്റിക്, മാർവലസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഊട്ടിയെ കണ്ടിട്ട്, ഈ വയനാടിനെ കണ്ടിട്ട്, ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾ പറയാത്തത്? ആ അത്ഭുതത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച സംവിധായകനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 190-ൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ. അല്ലാഹു പറയാണ്, നോക്കൂ, ആകാശഭൂമികളുടെ നിർമ്മിതിയിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഇരുന്നിട്ടും ചിന്തിക്കുകയാണ്, മട്ടുപ്പാവിൽ കിടന്നിട്ടും ചിന്തിക്കുകയാണ്. അരിമണി വാരി വിതറിയ പോലെ നക്ഷത്രങ്ങളെ കണ്ടിട്ട് ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ പരിപാലക, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ, ഞങ്ങളുടെ പടച്ചതമ്പുരാനെ. ഒരു അരയാൽ കുരുവിനെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിൻ്റെ എൻഡ് വരെ വളർത്തുന്ന കരുണാമയനായ പടച്ചവനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഫക്കിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇവിടുത്തെ സമസ്തക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ എപ്പോഴാണ് നേരം ഉണ്ടായത്? റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ. ഞാൻ പറയുന്നത് നൗഷാദ് ഹസനി ആയാലും പേരോടായാലും, ഞാൻ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ ഇത് പറയാം. തൗഹീദാണ്, വളരെ പ്രധാനമാണ്, പഠിപ്പിക്കപ്പെടേണ്ടതാണ്. അബൂജഹലിനെ വിളിച്ചിട്ട് റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു ചോദ്യം, ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. അബൂജഹലിനോട് ചോദിക്കുന്നത് എന്താ അറിയോ? ആദ്യത്തെ ചോദ്യം, ആരാണ് ആകാശഭൂമിയിൽ നിന്ന് ഉപജീവനം നൽകുന്നത്? ആരാണ്? അബൂജഹലെ, അബൂലഹബേ, വലീദ് ഇബ്നു മുഗീറ, ആരാണ്? അവർ പറയാണ് അല്ലാ. സംശയമില്ല, അല്ലയാണ് എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യത്തിന്റെ ചോദ്യം എന്താണ്? ആരാ കേൾവി നൽകിയത്? അത് ലാത്തയാണെന്ന് അബൂജഹൽ പറഞ്ഞില്ല, ഉസ്സയാണെന്ന് അബൂജഹൽ പറഞ്ഞില്ല. അമ്മൻ യംലിക്കും സംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ്. ശരിക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്. അബൂജഹലിനോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താ അറിയോ? ആരാ ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലും കൊണ്ടുപോയി? അബൂജഹലിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അല്ലയാണ്. അടുത്ത ചോദ്യം എന്താ അറിയോ? ആരാണ് ലോകത്തിന്റെ നിയന്ത്രണം? ആരാണ് മുദബ്ബിർ? വമൻ യുദബ്ബിറുൽ അംറ, ലോകത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണാവകാശം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്തു പറയും? അല്ലയാണ്. ആര് പറയും? അബൂജഹൽ പറയും. ഇനി ഇതേ ചോദ്യം കാന്തപുരത്തിനോട് ഒരാൾ ചോദിച്ചു, ആരാണ് ലോകത്തിന്റെ നിയന്ത്രണം? അപ്പം മുപ്പര് പറഞ്ഞു CM അടൂരാണ്. അബൂജഹലിനാണോ ഈമാൻ? കാന്തപുരത്തിനാണോ ഈമാൻ? ഈ ഈമാൻ പോലും അബൂജഹലിന് ഉണ്ടായിട്ട് നരകത്തില. പക്ഷെ വളരെ ഗൗരവമായി അബൂജഹലിനോട് ചോദിക്കാൻ, ആരാ ലോകത്തിന്റെ നിയന്ത്രണാധികാരം? ഫമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. ഇവർ പറയുന്നതോ CM മടവൂർ. ആരാണ് മുദബ്ബിറുൽ ആലം? ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാ? CM മടവൂരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഈ കൗമിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണേ. ചിന്തിച്ചു നോക്കണം, നല്ലോണം ആലോചിച്ച് ചിന്തിക്കാനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എതിർത്ത ഏത് കാര്യത്തിലാ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അതാണ് വിശ്വാസികളുടെ തൽബിയത്ത്. അബൂജഹലിന്റെ തൽബിയത്ത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല റബ്ബേ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത് എന്താ അറിയോ? ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ് ഖദ്, മതി മതി മതി, അതിന്റെ അപ്പുറം പറയല്ല. അതിന്റെ അപ്പുറം എന്താ അബൂജഹൽ പറഞ്ഞത്? അതിന്റെ അപ്പുറത്ത് അബൂജഹൽ പറഞ്ഞതിന് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ?
ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു അമലക. നിനക്ക് ചില കൂറുകാരുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല. കഴിവ് മുഴുവനും നീ കൊടുത്തതാണ്. കഴിവ് മുഴുവനും നീ കൊടുത്തതാണ്. നിന്റെ അധീനത്തിലെ അവര്. അത് പറഞ്ഞപ്പോഴും അബൂജഹലിനെ ബദറിൽ കൊന്നു. ഇനി ചിന്തിക്ക്, ഈമാനുണ്ടെങ്കിൽ പോട്ടേന്ന് അരിയാഹാരം കഴിക്കുന്നതിൻ്റെ ബുദ്ധി തലച്ചോറിലുണ്ടെങ്കിൽ, ഞാൻ കടുപ്പിച്ച് പറയുന്നുണ്ട്, പറയാണ് തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ നല്ലോണം ആലോചിച്ച് നോക്ക്. ഈ അബൂജഹലും കൂട്ടരും പറയുന്നത് അല്ലാഹ് നീ കൊടുത്ത കഴിവാ, സ്വന്തമായിട്ട് അവർക്ക് കഴിവില്ല. ഞാൻ എന്തിന്? ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസം എന്താ? അത് ഞാനല്ല പറയണ്ട, അവരാ പറയുന്നത്. കേട്ടോ, ഒരു പുസ്തകം കേട്ടോ, എൻ്റെ കൂടെ വാ, ഞാൻ ആ പുസ്തകം എടുത്ത് കയ്യിൽ തരാം. കെ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ് ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. കെ പരമേശ്വരൻ പിള്ള, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര. അതെന്നിൻ്റെ മേൽവിലാസമാണ്. ആ പുസ്തകത്തിൻ്റെ 48-ാമത്തെ അധ്യായം, 48-ാമത്തെ അധ്യായം 121-ാമത്തെ പേജ് 3-ാമത്തെ വരി. അതിലെന്താ ഉള്ളതെന്നറിയോ? ഒരു ദേവിക്കും, ശരിക്കും അടിവരട്ടോ, ഇവിടുത്തെ ഹൈന്ദവന്റെ വിശ്വാസം എന്താ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കാൻ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഒരു ഹിന്ദുമത മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിലുള്ളത് എന്ത്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ കഴിവ് കൊടുക്കണം. ഈ വിശ്വാസമായിരുന്നു അബൂജഹലിൻ്റെ. ഇതിൽ നിന്ന് സാക്ഷാൽ പ്രപഞ്ചനാഥൻ്റെ മതത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മതത്തിലേക്ക്, പ്രപഞ്ചനാഥൻ്റെ മതത്തിലേക്ക്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച റബ്ബിൻ്റെ മതത്തിലേക്ക് മാനവരാശിയെ നമ്മൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചം പടച്ച തമ്പുരാന് സമ്പൂർണ്ണമായി കീയൊതുങ്ങുന്നു. അവയാരും അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നില്ല, നമ്മളാണ് എതിര് പ്രവർത്തിക്കുന്നത്. ഒരു ഖുർആന്റെ വചനം കേട്ടോ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസി വകസീറുൽ ഹഖ അലൈഹിൽ അദാബ്. അല്ലാഹ് എന്താ പറയുന്നത് അറിയുന്നത്? സൂറത്ത് തൗബയാണ്, സൂറത്ത് ഹജ്ജാണ്, 18-ാമത്തെ വചനമാണ്, 22-ാം അധ്യായമാണ്, 18-ാമത്തെ വചനമാണ്. ആകാശഭൂമികളിലുള്ളവരെല്ലാം, ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറേ പേരും അള്ളാഹുവിനോട് പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വേറെ കുറേ പേരുടെ കാര്യത്തിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തു. മനുഷ്യനൊഴികെ എല്ലാ വൃക്ഷങ്ങളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാ വൃക്ഷങ്ങളും, എല്ലാ ജന്തുക്കളും, അവയൊക്കെ അള്ളാഹനെ മാത്രമാണ് ആരാധിക്കുന്നത്. നിങ്ങൾക്ക് കൗതുകമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പശുവും ഇന്നോളം ഒരു ഹൈന്ദവ സന്യാസി ആരാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ ബുദ്ധിജീവി മനുഷ്യനല്ലേ? പശുവിനേക്കാൾ ബുദ്ധി മനുഷ്യനുണ്ട് എന്നുള്ളതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. ഒരു പശുവും ലോകത്ത് ഒരു സന്യാസിയെയും ആരാധിക്കുന്നില്ല. ഒരു പാമ്പും മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ എന്ന ബുദ്ധിജീവി പാമ്പിനെ ആരാധിക്കുന്നു. മനുഷ്യൻ എന്ന ബുദ്ധിജീവി പശുവിനെ ആരാധിക്കും. ഓൻ അതിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ ഒന്നും പഠിക്കണ്ടേ? ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി എന്ന് പറയുമ്പോൾ ആ സത്യത്തിലേക്കുള്ളൊരു അന്വേഷണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളൊരു മഹാപ്രയാണം. എല്ലാവരും ചോദിക്കുന്ന കാര്യം അതല്ലേ? പടച്ചോനെ, ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയിലേക്ക് അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഖുർആനിക വചനമാണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. 41-ാം അധ്യായം 37-ാമത്തെ വചന. രാവും പകലും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. അവയ്ക്കല്ലാതെ ഒരു സൂര്യനെയും നിങ്ങൾ ആരാധിക്കരുത്, ഒരു ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കരുത്. എത്ര ക്ലിയറാണ്! അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലേക്കുള്ളൊരു വിളിയാണ് ഇവിടെ ഇതുവരെ നടന്നത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. വളരെ പ്രാധാന്യമറിയിക്കുന്ന 1-2 പോയിന്റുകളോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ ഇത് റെക്കോർഡ് ചെയ്ത് ജനങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇരുന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് സൗകര്യമാകും. അതിലേറ്റവും പ്രധാനമായ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് റബ്ബിനോട് മാത്രം എന്ന്. ഖുർആനിലുടനീളമുള്ള ദുആ, ഒരൊറ്റ ദുആ പോലും ഒരു വലിയനോട് നടത്തിയിട്ടില്ല. മാത്രമല്ല, വലിയനോട് ദുആ ചെയ്തവരെ കുറിച്ച് കാഫിറുകൾ എന്നാണ് ഖുർആൻ വിളിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സൂറത്തു നൂഹിൽ അവരെ വിളിച്ചത് കാഫിറുകൾ എന്നാണ്. 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരെ, സഹായം തേടിയിരുന്നവരെ, അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചിരുന്നവരെ നൂഹ് നബി വിളിച്ചത് ഈ കാഫിറുകളെ ഭൂമുഖത്ത് വെച്ചേക്കരുതേന്നാ.
ഈ 5 ഔലിയാക്കളെ വിളിച്ചു ദുആ ചെയ്യുന്ന കാഫറുകളെ ഈ ഭൂമിയിൽ വെച്ചേക്കരുത്. നിന്നോട് ദേഷ്യം പിടിക്കേണ്ട. നൂഹ് നബി ഉപയോഗിച്ച പദമാണ്. ഖുർആനിലെ 71-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വചനം. അത് വളരെ ഗൗരവമായ വചനവുമാണ്. ഒരു കറാമത്തിനെ മുൻനിർത്തിയും ചോദിക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെയാണ് സക്കരിയ നബി മറിയം ബീവിന്റെ കറാമത്ത് കണ്ടാ പറയേണ്ടത് എന്താ? മറിയം ബീവിയെ എനിക്ക് കുട്ടികളെ തരണേന്നല്ലേ? സീസൺ അല്ലാത്ത കാലത്ത് മറിയം ബീവിക്ക് അല്ല ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് സക്കരിയ നബീന്റെ ചോദ്യം എന്താ? അന്നാലക്കി ഹാദാ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാന്ന. എവിടുന്ന് കിട്ടി മറിയമേ? ആ കണ്ട കറാമത്താന്നാ പറഞ്ഞ്. അല്ല കോളർ എങ്ങനെ പിടിച്ച്? ഞാനാരാ മുന്തിയ മോള്? ചില്ലറക്കാരിയാ? മുൻപത്തെ ബീവിയൊക്കെ വരാണ്ട് അതിനേക്കാൾ മുന്തിയ ബീവിയാണോ എന്ന് പറയാണോ ചെയ്ത്? സക്കരിയ നബി മിഹ്റാബിൽ വരുമ്പോക്കെ ഒന്ന് ആലോചിച്ചു. ഒരു പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് ആ മിഹ്റാബിൽ വരുമ്പോ സക്കരിയ നബി പല ഉരു കണ്ടിരുന്നു. മറിയം ബീവിക്ക് അല്ലാഹു വിശേഷപ്പെട്ട ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല എവിടുന്ന് കിട്ടി? അപ്പൊ അവർ പറഞ്ഞു കാലത്ത്. അവര് പറയാണ് ഹുവ മിൻ ഇൻദില്ലാ, ഇത് പടച്ചോൻ തന്നതാണ്. പിന്നെ ഇങ്ങനെ കറാമത്ത് മനുഷ്യനിലേക്ക് ചേർക്കുക? മനുഷ്യനിലേക്ക് ചേർക്കുകയാണ് അവർ പറയുന്നത്. ഇതിന്റെ കഴിവാണ്, ഞാൻ വിചാരിച്ച സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നല്ലേ പറയേണ്ടത്. എന്നിട്ട് അവിടെ വെച്ച് ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. ഹുനാലിക ദആ സക്കരിയ മറിയം എന്നല്ല, ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. സൂറത്ത് ആൽ ഇംറാൻ 38, 39, 40, 41, 42, 43 വരെയുള്ള വചനം ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ. ഞാൻ ദയവ് ചെയ്ത് കേരളത്തിലെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അറിയോ? പടച്ചോനെ ഓർത്തിട്ട് ആ ഖുർആൻ എടുത്ത് വെച്ചൊന്ന് ഓത്. അതൊന്ന് അർത്ഥസഹിതം പഠിക്കും, നീ നന്നാകും. അത് പഠിക്കരുത്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഇകെ അസം മുസ്ലിം എഴുതിയതാ. ഈ ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ശുദ്ധ കൃതികളിൽ ഒരു കൃതി ഇകെ അസം മുസ്ലിം എഴുതിയ പുസ്തകമായിരുന്നു തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ആകാശത്തിന്റെ ചുവട്ടിൽ എഴുതപ്പെട്ട ചവറുകളിൽ ഒരു ചവറായിരുന്നു. അതിലെന്താ പറയുന്നത്? മുസ്ലിങ്ങളെ ഖുർആൻ അർത്ഥം പഠിക്കുന്നത് തടുക്കുന്ന ഗ്രന്ഥം. ജൂതൻ എഴുതിയതല്ല, മൊയ്ലിയാർ എഴുതിയതാ. ഏത് ഖുർആൻ? കുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ. ഇത് നിങ്ങൾക്ക് റബ്ബിന്റെ ഫളിലാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകളേക്കാൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളേക്കാൾ, നിങ്ങളുടെ കൊട്ടാര സമാന വീടുകളേക്കാൾ, നിങ്ങളുടെ കാർപോറേറ്റിലെ ഫെറാറി കാറുകളേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ഖുർആനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സഹീഹ് മുസ്ലിം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്നാമതായി റബ്ബിനെ മനസ്സ് പ്രതിഷ്ഠിക്കുക. അറിഞ്ഞുകൊള്ളുക ലോകമേ, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാർത്ഥന അങ്കുരിക്കുന്ന ഒരു ദുആവും ഒരു ചോദ്യവും ഒരു മഖ്ലൂക്കിനോടുമില്ല. നിങ്ങൾക്കറിയോ, സഡൂം നിവാസികളെ ആ ഭൂമിയെ ജിബ്രീലിന്റെ 600 ചിറകുകളിൽ ഒരു ചിറക് കൊണ്ടെടുത്ത് പൊറാട്ട ചട്ടിയിൽ അടിക്കുന്നവർ അടിച്ചു കളഞ്ഞതാ. ജിബ്രീലിന് അത്ര കരുത്തുണ്ട്. ആ ജിബ്രീൽ ഇബ്രാഹിം നബിനെ രക്ഷിക്കാൻ വന്നവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ വഴിക്ക് പോകാം, അസ്ബി അല്ലാ, എനിക്ക് എൻ്റെ റബ്ബ് മതി. അത് പഠിപ്പിക്കപ്പെട്ടവരാ നമ്മൾ. പിന്നല്ലേ ജിന്ന് പറയാം, നുണ പറയാം. നുണയെ പറയൂന്ന് തീരുമാനിക്കരുത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ചില നുണകൾ പറഞ്ഞു അറിയാണ്ട്. പക്ഷേ നുണയെ പറയൂ, നുണയെ വിളമ്പൂ എന്ന് തീരുമാനിക്കരുത് ഒരാളും. അതുകൊണ്ട് തിരിച്ചു നടക്കാം അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ വഹദാനീയത്തിലേക്ക്, അവൻ്റെ ഏകത്വത്തിലേക്ക്. 1-2 കാര്യം കൂടെ പറയട്ടെ. സഹോദരിമാരെ സഹോദരന്മാരെ, മരണം എന്നാ നമുക്കറിയില്ല, എപ്പോഴാണത് വന്ന് ചേരുക എന്നും നമുക്കറിയില്ല. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹസിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. പരലോകത്താണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. 3-ാം അധ്യായം 185-ാമത്തെ വചനമാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. 39-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നതാണ്. മരണം വിധിച്ചവർക്ക് ആത്മാവിനെ അല്ലാഹു വിട്ടുകൊടുക്കുകയില്ല. അല്ലേ, റസൂൽ പറയാണ്, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കുന്നതാണ്, നിങ്ങൾ ഉണരുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചതിനു ശേഷം എന്നെ ജീവിച്ച റബ്ബേ,
അതോർക്കണം. 2025 ഒരു പുതിയ വർഷം നമുക്ക് തന്നത് റബ്ബ്. 2024 31 വരെ മരിച്ചവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്ക്. എത്ര പേര് ഈ മണ്ണോട് മണ്ണ് ചേർന്നു അല്ലേ? നാളെ നമ്മളും ആവൂലേ? അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്ന് മരിക്കുമെന്ന് നിനക്കറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. 31-ാം അധ്യായം 34. ഭൂമിയിൽ എവിടെ വെച്ചാൽ മരിക്കുക? എന്താ സംഭവിക്കുക? വോൾവോ കാറിന്റെ മുകളിലേക്ക് കണ്ടെയ്നർ വീണിട്ട് 6 ആളാ മരിച്ചു പോയത് അല്ലേ? എത്ര പേരുടെ മരണം നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സന്ദർഭത്തിലും മരണം നമ്മുടെ കൂടെയുണ്ട്. ആ മരണം വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഓരോ തീരുമാനങ്ങൾ എടുക്കുക. റബ്ബ് തന്ന ആദമിന്റെ പുത്ര, ഞാനിന്നൊരു പുതിയ ദിവസമാണ്, നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം, എനിക്കൊരു റിട്ടേൺ ഇല്ല. 25 എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് അടുത്തുന്ന, അല്ല നിശ്ചയിച്ചയിലേക്ക് എത്തിയുന്ന, അത് വരാതിരിക്കണം അല്ലേ പ്രിയപ്പെട്ടവരെ? ആ മഹ്ശറയിൽ ഖബറിൽ ചെന്നിട്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? സൂറത്ത് യാസീൻ 52-ാമത്തെ വചനം. അപ്പൊ ആ ഖബറിൽ കൊണ്ടുപോയി വെക്കും അല്ലെ? പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ. നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ വചനങ്ങൾ കേട്ടിട്ടുണ്ട്. പള്ളിക്കാട്ടിലേക്ക് ചെല്ലണം. തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ, നിന്നെ പൊതിയാനായെടുത്തിടും വെള്ളത്തുണി. തൊട്ടടുത്ത കടയിൽ 250 ഉറുപ്പ്യ കൊടുത്താൽ കിട്ടുന്ന മല്ല് തുണി നമ്മുടെ കപ്പമ്പുടവ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഓർത്തുണ്ടോ? വിളിക്കുന്ന പേര് മാറിപ്പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ അല്ലെ? പിന്നെ പേരൊന്നുമില്ല, മയ്യത്താണ്, കോമൺ നെയിമാണ് അല്ലേ? പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ അല്ലെ? പൊന്നുപ്പ എന്നുള്ള വിളി മക്കളും മാറ്റും. മയ്യത്ത്, ഉപ്പാൻ്റെ മയ്യത്ത്, അതാണ് എല്ലാവർക്കും വരാനുണ്ട്. അതുകൊണ്ട് റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡർ പിടിച്ചിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ എല്ലാം വിട്ട് ഈ ലോകത്തോട് വിട പറയും. നീ ഉണ്ടാക്കിയ ബംഗ്ലാവ്, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പരചുംബികളായ കൊട്ടാരങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടും, 6 അടി മണ്ണിനെ നിങ്ങൾ മറന്നുപോകും. AC റൂം കിടന്നുറങ്ങി, വലിയ വീടാണ്, ഹായ് മാഷാ അല്ലാ ബറക്കല്ലാ. ഖബറോ ആലോചിക്കേണ്ടതാണ്. ഖബർ എന്താ? അതുകൊണ്ടാണ് പിന്നെ ഹാറൂൺ റഷീദ് പറയുന്നുണ്ട്, അധികാരങ്ങൾ നീങ്ങിപ്പോകാത്ത തമ്പുരാനേ, അധികാരങ്ങൾ നീങ്ങിപ്പോകുന്ന ഹാറൂൺ റഷീദിനെ നീ ബുദ്ധിമുട്ടിക്കരുതേ. ലോകത്തിന്റെ അനന്ത സീമകൾ വെട്ടിപ്പിടിച്ച നോക്കൂ നിങ്ങൾ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ കൈകൾ പുറത്തേക്കിട്ടു. ഞാൻ സമ്പാദിച്ച നാണയങ്ങളില്ല, സ്വർണ്ണ നാണയങ്ങളില്ല, വെള്ളി നാണയങ്ങളില്ല, എസ്റ്റേറ്റിന്റെ ഖജനാവുകളുടെ താക്കോലുകളില്ല. ഞാൻ എൻ്റെ കൈകളുമായി ഈ ലോകത്തേക്ക് വന്ന പോലെ ഞാനിതാ തിരിച്ചു പോകുന്നു. അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദി ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു, അന്ന് നീ കരഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ട് മരിക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റണം, ജനങ്ങൾ നിന്നെ ഓർത്ത് കരയണം. അപ്പം കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യുവാക്കളോട് 2 മിനിറ്റ് കൊണ്ട് ഞാൻ യുവാക്കളോട് കഞ്ചാവ്, മയക്കുമരുന്ന്, സ്ത്രീ, ലഹരി, പ്രേമം, ഇതൊക്കെ അപാകതയാണ്. ഈ നിരാശകളൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. നമുക്ക് കുറഞ്ഞ സമയമാണ് അല്ലാഹ് ഈ ഭൂമുഖത്ത് നിന്ന്. ദി ട്രാവലർ ലേൺസ് ദാറ്റ് അബൌട്ട് ദി റോഡ് വൈൻഡ് അപ്പ് ഇൽ ആൾ ദ വേ ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്നുള്ള ഈ യാത്രയുടെ എൻഡിൽ ഒരു പാതേയം അലങ്കൃതം. അലല്ലറായിക്ക് മുത്തഖിയൂൻ, മുത്തഖികൾക്ക് ഒരുക്കപ്പെട്ട അലങ്കൃതമായ കട്ടിലുകൾ കാത്തു നിൽക്കുന്ന സ്വർഗം. വസാരിഊ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, 3-ാം അധ്യായം 133. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. സൂറത്ത് ഹദീദിലും കാണാം ആകാശഭൂമികളുടെ ആകാശത്തിന്റെ അനന്തതകളും അതിരുകളും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും വലിയ സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു നെഞ്ചകവും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. ഉറപ്പിക്കുക അവനവന്റെ വിശ്വാസം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ
സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. ഖുർആനിൽ 2 സ്ഥലത്ത് 46-ാം അധ്യായം 13, 41-ാം അധ്യായം 30. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു ആണ് ഞങ്ങളുടെ റബ്ബ്, സുമ്മസ്തഖാമു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ജിന്നിനെ വിളിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല, മലക്കുകളെ വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല, മരണപ്പെട്ടവരെ വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഒരു ദേവിയെയും ഒരു ദേവനെയും നമ്മൾ ആരാധിക്കുക. അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ, ഒരു സൃഷ്ടിയുടെ മുമ്പിൽ തലകുനിക്കുന്ന അവസ്ഥ നമുക്കില്ല. സൃഷ്ടാവിൻ്റെ മുമ്പിലല്ലാതെ തലകുനിക്കലില്ല. അതുകൊണ്ട് ഈ സന്ദേശമാണ് ഞാൻ കുറഞ്ഞ സമയം നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ദീർഘിച്ച് സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ആരെയും വേദനിപ്പിക്കുക എന്നതിൻ്റെ ലക്ഷ്യമല്ല. ഒരിക്കലും ആ ഭയചകിതമായ നരകത്തിലെത്തരുത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായ കാര്യം. ഒരു കല്ലിൻ്റെ ശബ്ദം കേട്ടു നരകത്തിൽ വീണേ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിത സഹാബത്തിനോട് ചോദിച്ചു, കേട്ടുവോ, ആ ശബ്ദം കേട്ടുവോ? ഇല്ല. എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല. 70 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് പുറപ്പെട്ടൊരു കല്ല്. സഹോദര, ബ്രിഡ്ജുൽ അറബിൻ്റെ മുകളിൽ നിന്നൊരു കല്ലിട്ട വളരെ ചുരുങ്ങിയ സെക്കൻഡ് കൊണ്ട് ആ കല്ല് താഴെത്തും. 70 കൊല്ലൊരു കല്ല് താഴോട്ട് വീഴുക, 70 വർഷം. അപ്പം നരകത്തിൻ്റെ ആഴം എത്രയാ? ചിന്തിക്കുക. എല്ലാവരും ഒന്ന് ആലോചിക്കുക. ആ നരകം വേണോ? കത്തിജ്വലിക്ക്. ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാലത്തും സുഫർ. ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെയുള്ള നരകം. കല്ലാ ഇന്നഹാ ലവാ നസാഅത്തൽ ലിശവാ. സൂറത്ത് മആരിജിലാണ് 6 മുതൽ 16 വരെയുള്ള വചനമാണ്. അങ്ങനെ വേണ്ട, നരകം ഭയാനകരമാണ്. അതിൽ ചെന്നുപെടരുത്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅന റസൂല. 33-ാം അധ്യായം 66, 67, 60. നരകത്തിൽ മുഖം കുത്തി വീഴും സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും പിൻപറ്റിയതുകൊണ്ട്. അതുകൊണ്ട് ഓർക്കുക, നരകത്ത് പോകാതിരിക്കാൻ. ഖുർആനിൽ സൂറത്ത് മുൽക്കിലെ 3 വചനത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യുന്നു. ആ ആയത്ത് ഇങ്ങനെയാണ്. അല്ല, നിങ്ങൾക്ക് ഉഗ്രകോപത്താൽ നരകം കത്തിജ്വലിച്ചു മറയുന്ന ഘട്ടത്തിൽ അവിടെ നരകത്തിൻ്റെ കാവൽക്കാരി ചോദിക്കുകയാണ്. എന്താ ചോദ്യം? അലം യഅതികും നദീർ, താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? നരകത്തിലേക്ക് പോകുന്ന ആളുകളോട് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? തോരായിക്കടവിൽ പ്രസംഗിച്ചിരുന്നില്ലേ? കല്ലെറിഞ്ഞില്ലേ? അതുപോലെ അങ്ങ് ചീക്കലോട് പ്രസംഗിച്ചിരുന്നില്ലേ? കല്ലെറിഞ്ഞില്ലേ? കാപ്പാട് പ്രസംഗിച്ചില്ലേ? കല്ലെറിഞ്ഞില്ലേ? അതുപോലെ മന്തിയിൽ പ്രസംഗിച്ചില്ലേ? കല്ലെറിഞ്ഞില്ലേ? കാലു, അവർ പറയും, അതേ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. കാലവും ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഇതൊന്നും അല്ലാഹ് അവതരിപ്പിച്ചതല്ല, ഇതൊക്കെ നിങ്ങളുടെ വകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കളവാക്കി. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പോകുമായിരുന്നില്ല. വലക്കത് ദറഹ്നാലി ജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്നുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും മദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം 179. ജിന്ന് വർഗത്തിലും മിൻസ് വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകത്തെ നിറയ്ക്കും. ആ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. ആ നരകത്തുനിന്ന് സ്വന്തത്തെ രക്ഷിക്കണേ. ആ നരകത്തുനിന്ന് ഭാര്യയെ രക്ഷിക്കണേ. ലിപ്സ്റ്റിക്കിട്ട ഭാര്യയെ ഉപദേശിക്കണേ. പുട്ടിയിട്ട മക്കളെ ഉപദേശിക്കണേ. കീറിപ്പറഞ്ഞ പെണ്ണിടുന്ന പെൺകുട്ടികളെ ഉപദേശിക്കണേ. മാറ് മറക്കാത്ത മോളോട് പറയണേ, മോളെ, നരകമുണ്ട് മോളെ, അതിൽ പോകരുതേ, അതിൽ ചെല്ലരുതേ. എൻ്റെ മോളെ, നീ നരകത്തിലെത്തുന്നത് സഹിക്കാൻ പറ്റിയിട്ടില്ല. നീ ചെറിയ കുട്ടിയായിരിക്കെ മണ്ണെണ്ണ വിളക്കിൽ നിന്ന് നിനക്ക് തീ പൊള്ളിയപ്പോ നേരം പുലരുന്നവരെ കരഞ്ഞ ബാപ്പയാണ് മോളെ.
ഉമ്മയാണ് മോളെ, നരകത്ത് പോകരുതേ, നരകം ഭയാനകരമാണ്. മസലീമ മസലുക്കും കമസലി റജുലിൻ നൗകദ നാറാ. ഞാനിതാ റസൂലിന്റെ ഉദാഹരണം അതൊരു തീ കത്തിച്ചവനെ പോലെയാണ്. അതിലേക്ക് വണ്ടുകൾ വരുന്നുണ്ട്, അതിലേക്ക് പ്രാണികൾ വരുന്നുണ്ട്. വാനാ, ഞാൻ നിങ്ങൾ അതിൽ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ കൈ തട്ടിക്കളയുകയാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, യഥാർത്ഥ സലഫി പ്രസ്ഥാനം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളുടെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളുടെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളുടെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നു. വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ആ അങ്ങാടിയിൽ ഒരു പ്രസംഗം നടന്നു. അവർ ഖുർആനിലേക്ക് വിളിച്ചു, അവർ സുന്നത്തിലേക്ക് വിളിച്ചു. അപ്പം നാട്ടുകാരായ പാരമ്പര്യവാദികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പാന്റെ മതം മതി, ഞങ്ങളുടെ ഉപ്പാന്റെ ആദർശം മതി. അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഖ്തദൂൻ. ബാപ്പാക്ക് വിവരമില്ല, ഹിദായത്തും കിട്ടിയില്ലെങ്കിൽ നിനക്കത് മതി എന്നാണോ പറയുന്നത്? നിന്നെ ഖുർആനിലേക്കല്ലേ വിളിക്കുന്നത്, നിന്നെ സുന്നത്തിലേക്കല്ലേ വിളിക്കുന്നത്? 5-ാം അധ്യായം സൂറത്ത് മായിദ 104-ാമത്തെ വചനമാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്തിക്കൊള്ളി. സൂറത്ത് മായിദ 105 തൊട്ടടുത്ത വചനം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സും, അള്ളാഹു നമുക്ക് നൽകിയ ഈ ആരോഗ്യവും, അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതവും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പുതുവർഷത്തിൽ അനേക തിന്മകൾ ലോകത്ത് നടക്കണ്ടാവും. അതെല്ലാം വളരെ വിലയിരുത്തി അതിനെ സമീപിക്കാനും ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആ നല്ലൊരു ആശയപരമായ ഓരോന്നിനെ നേരിടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പീഡക സമൂഹത്തിന്, പീഡിതർക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ശത്രുക്കളുടെ കരങ്ങൾ അള്ളാഹു പിടിക്കുമാറാകട്ടെ. സർവശക്തൻ എല്ലാവിധ രോഗങ്ങളിൽ നമുക്ക് മുക്തി നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പലിശയിൽ ബന്ധപ്പെട്ട് കുടുങ്ങിപ്പോയി പിന്നീട് മോചനം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ, ഹറാമുകളിൽ ജീവിതത്തെ എല്ലാം രക്ഷിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.